ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ആറ്റപ്പള്ളി പാലത്തിന് സമീപം കുറുമാലിപ്പുഴയിൽ കാൽവഴുതി വീണ് വിദ്യാർത്ഥിനി മരിച്ചു. കല്ലേറ്റുകര ചെമ്പോത്ത് വീട്ടിൽ ഹാഷിമിന്റെ മകൾ 13 വയസ്സുള്ള ഫാത്തിമ തൻസിലാണ് മരിച്ചത്. പുത്തഞ്ചിറ സെന്റ് ജോസഫ് ഇടവകയിൽ പുതിയ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിന്ന തർക്കം കയ്യാങ്കളിയിൽ അവസാനിച്ചു. ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉടലെടുത്തത് ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം. കുന്നംകുളത്ത് മോഷണ പരമ്പര. കുന്നംകുളത്തെ 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്ന മോഷ്ടാവ് 4 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ആറ്റപ്പള്ളി പാലത്തിന് സമീപം കുറുമാലിപ്പുഴയിൽ വീണ് വിദ്യാർത്ഥിനി മരിച്ചു. കല്ലേറ്റുകര ചെമ്പോത്ത് വീട്ടിൽ ഹാഷിമിന്റെ മകൾ 13 വയസ്സുള്ള ഫാത്തിമ തൻസിലാണ് മരിച്ചത്. പടവുകളിൽ ഇറങ്ങുന്നതിനിടെ കാൽവഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ ആറ്റപ്പള്ളി ക്ഷേത്രക്കടവിലാണ് സംഭവം. മറ്റത്തൂരിലുള്ള ബന്ധുവീട്ടിലെത്തിയ ഇവർ വീട്ടുകാരോടൊപ്പം പുഴ കാണാൻ എത്തിയതായിരുന്നു. കടവിലെ പടവുകളിൽ ഇറങ്ങുന്നതിനിടെ കാൽവഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു. പുഴയിൽ മുങ്ങിപ്പോയ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾക്ക് കഴിഞ്ഞില്ല. ഇവരുടെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പുതുക്കാട് നിന്ന് ഫയർഫോഴ്സും കൊടകരയിൽ നിന്ന് പോലീസും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കുട്ടിയെ കണ്ടുകിട്ടിയത്. ഉടൻ തന്നെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇരിങ്ങാലക്കുട ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. മീഡിയ ടൈം, കൊടകര. പുത്തഞ്ചിറ സെന്റ് ജോസഫ് ഇടവകയിൽ പുതിയ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിന്ന തർക്കം കയ്യാങ്കളിയിൽ അവസാനിച്ചു. ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷമാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉടലെടുത്തത്. ഒടുവിൽ മാള പോലീസ് പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. ഫ്രറ്റേണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫെയ്ത്ത് സംഘടനാ ഭാരവാഹികൾ വികാരിയുമായി സംസാരിക്കുന്നതിനിടയിലാണ് സംഘർഷം ഉടലെടുത്തത്. വികാരിയച്ഛൻ സംഘടനാ പ്രതിനിധിയുടെ ഫോൺ തട്ടിപ്പറിക്കുന്നതിനിടെയുണ്ടായ സംഘർഷം പള്ളിയിൽ കൂട്ടമണിയടിച്ച് കൂടുതൽ കലുഷിതമാക്കി. സംഘടനാ പ്രതിനിധികളെ ചിലർ കയ്യേറ്റം ചെയ്യുകയും പള്ളിയിൽ തടഞ്ഞുവെക്കുകയും ഉണ്ടായി എന്നും ആക്ഷേപമുണ്ട്. വിഷയത്തിൽ മാള പോലീസ് ഇടപെടുകയും സംഘടനാ രക്ഷാധികാരി ഫാദർ ജോൺ കവലക്കാട്ട് തുടങ്ങിയവരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് തടഞ്ഞുവെച്ചവരെ പോലീസ് മോചിപ്പിക്കുകയുണ്ടായി. പള്ളി നിർമ്മാണത്തിൽ ഇടവക സമൂഹം 2 ചേരിയിലായി നിൽക്കുകയാണ്. നിലവിലുള്ള പള്ളിയോട് ചേർന്ന് മുൻവശത്ത് ധാരാളം സ്ഥലമുള്ളപ്പോൾ 20 അടിയോളം താഴെയുള്ള വയൽ നികത്തിയ സ്ഥലത്ത് പള്ളി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടവകയിൽ തർക്കം നിലനിൽക്കുകയാണ്. 600-ലധികം വീട്ടുകാരിൽ പകുതിയിലധികം വീട്ടുകാർ ഇപ്പോൾ ചളിപ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനത്തിന് എതിര് നിൽക്കുന്നുണ്ട് എങ്കിലും വികാരിയുടെ ദുർവാശി മൂലമാണ് ഉറപ്പില്ലാത്ത ഭൂമിയിൽ പുതിയ പള്ളി പണിയാനുള്ള ശ്രമത്തിലെന്നാണ് ഇവരുടെ ആക്ഷേപം. 20 കോടി ചെലവ് വരുന്ന പള്ളി നിർമ്മാണത്തിന് പുറകിൽ അഴിമതി ആരോപണവും ഒരു ഗ്രൂപ്പ് ഉന്നയിക്കുന്നുണ്ട്. മീഡിയ ടൈം, മാള. ഏകീകൃത കുർബാന വിഷയത്തിൽ എറണാകുളം പറവൂർ കൊട്ടേക്കാവ് സെന്റ് തോമസ് പള്ളിയിൽ സംഘർഷം. ജനാഭിമുഖ കുർബാന അർപ്പിക്കാനെത്തിയ വികാരി ജോസ് പുതിയടത്തിനെ ഒരു വിഭാഗം തടഞ്ഞു. ഇരുവിഭാഗവും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം നടന്നു. പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. സംസാരിക്കണം അച്ഛനോട് മാത്രം, അച്ഛനോട് മാത്രം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രധാന പള്ളികളിൽ ഒന്നാണ് കോട്ടക്കാവ് സെന്റ് തോമസ് പള്ളി. രാവിലെ 5:30ക്കാണ് പള്ളിയിലെ ആദ്യ കുർബാന. നിലവിൽ ജനാഭിമുഖ കുർബാനയാണ് പള്ളിയിൽ നടത്താറ്. രാവിലെ ജനാഭിമുഖ കുർബാന അർപ്പിക്കാനെത്തിയ വികാരി ജോസ് പുതിയടത്തിനെ ഒരു വിഭാഗം വിശ്വാസികൾ തടയുകയായിരുന്നു. സിനഡ് നിർദ്ദേശിച്ച് ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ജനാഭിമുഖ കുർബാനയ്ക്കെതിരെ ഫ്ലെക്സുകൾ ഏന്തിയാണ് വികാരിയെ തടഞ്ഞത്. അതേസമയം മറ്റൊരു വിഭാഗം വിശ്വാസികൾ നിലവിൽ തുടരുന്ന ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്ന് ആവശ്യപ്പെട്ടതോടെ വിശ്വാസികൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. മീഡിയ ടൈം, പറവൂർ.
ഇഴഞ്ഞു നീങ്ങുന്ന തൃശൂർ ജില്ലയിലെ റോഡ് കോൺക്രീറ്റിംഗ് പ്രവൃത്തികളിൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം. കോൺക്രീറ്റിംഗ് ജോലികൾ അടിയന്തരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ തൃശൂർ കുന്നംകുളം, തൃശൂർ കൊടുങ്ങല്ലൂർ സ്വകാര്യ ബസ് സർവീസുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുമെന്നാണ് അസോസിയേഷന്റെ മുന്നറിയിപ്പ്. വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്ന ജില്ലയിലെ റോഡ് കോൺക്രീറ്റിംഗ് ജോലികൾ അടിയന്തരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ തൃശൂർ കുന്നംകുളം, തൃശൂർ കൊടുങ്ങല്ലൂർ സ്വകാര്യ ബസ് സർവീസുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുമെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മുന്നറിയിപ്പുണ്ട്. നിർമ്മാണം തുടങ്ങി 2.5 വർഷമായിട്ടും തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് കോൺക്രീറ്റിംഗ് 17 കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയായത്. ഇനിയും 20 കിലോമീറ്റർ ശേഷിക്കുന്നുണ്ട്. നിലവിലെ രീതിയിൽ മുന്നോട്ട് പോയാൽ 3 വർഷമെടുത്താലും നിർമ്മാണ ജോലികൾ പൂർത്തിയാകില്ല. റോഡ് കോൺക്രീറ്റിംഗിൻ്റെ പേരിൽ ബസ്സുകൾ 12 കിലോമീറ്ററോളം ചുറ്റിത്തിരിഞ്ഞാണ് സഞ്ചരിക്കുന്നത്. റോഡ് നിർമ്മാണം വേഗത്തിലാക്കാൻ മെക്കാഡം ടാറിംഗ് പരിഗണിക്കണം. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പുഴയ്ക്കൽ പാടത്ത് ഒരു ഭാഗത്ത് പണി ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. ഒരു ഭാഗത്തുകൂടി മാത്രം വാഹനങ്ങൾ പോകുന്നതിനാൽ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇതുമൂലം ബസ്സുകൾക്ക് സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല. കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ബസ് ജീവനക്കാർ തൊഴിലെടുക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് MS പ്രേംകുമാർ, വൈസ് പ്രസിഡന്റ് KS ഡൊമിനിക്, ജില്ലാ സെക്രട്ടറി KK സേതുമാധവൻ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. കുന്നംകുളത്ത് മോഷണ പരമ്പര. കുന്നംകുളത്തെ 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്ന മോഷ്ടാവ് 4 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടത്തി. മോഷ്ടാവ് ജനസേവ കേന്ദ്രത്തിലെ CCTV ക്യാമറ തകർത്തിയിട്ടുണ്ട്. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഖാദി ഭവന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണവും മോഷണശ്രമവും നടന്നത്. ജനസേവ കേന്ദ്രത്തിൽ നിന്ന് 3000 രൂപയും, CV സ്റ്റോറിൽ നിന്ന് 3400 രൂപയും, രാഗം വാച്ച് കടയിൽ നിന്ന് 500 രൂപയും കവർന്ന മോഷ്ടാവ് സിബിൻ സ്റ്റേഷനറി, MS വിഷൻ വേൾഡ്, MS കിച്ചൺ വേൾഡ് തുടങ്ങിയ വ്യാപാര സ്ഥാപനത്തിൽ മോഷണശ്രമവും നടത്തിയിട്ടുണ്ട്. പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഇടയിലാണ് മോഷണം നടന്നത്. മോഷ്ടാവ് ജനസേവ കേന്ദ്രത്തിലെ CCTV ക്യാമറ തകർത്തിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. ചക്ക സീസൺ ആരംഭിച്ചതോടെ ചാലക്കുടിയിൽ ചക്ക വിപണി സജീവമായി. എന്നാൽ മൊത്ത വ്യാപാരിക്കും ഇടനിലക്കാർക്കും വലിയ ലാഭം കൈവരുമ്പോൾ ചക്ക കർഷകർക്ക് തുച്ഛമായ വിലയാണ് ലഭിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത്. വീടുകളിൽ നിന്നും തുച്ഛമായ വില നൽകിയാണ് കച്ചവടക്കാർ ചക്ക ശേഖരിക്കുന്നത്. പടിഞ്ഞാറെ ചാലക്കുടി IRMLP സ്കൂളിന് സമീപത്തെ മൊത്ത വിതരണ കേന്ദ്രത്തിൽ നിന്നും പ്രതിദിനം ലോഡ് കണക്കിന് ചക്കകളാണ് അയൽ സംസ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകുന്നത്. വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നടക്കം ശേഖരിക്കുന്ന ചക്കകൾ കച്ചവടക്കാർ മൊത്ത വിതരണ കേന്ദ്രത്തിലെത്തിക്കും. ഇവിടെ നിന്നും വലിയ ലോറികളിലായാണ് കയറ്റിവിടുന്നത്. മദ്രാസ്, കൽക്കത്ത, ബോംബെ, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് കൂടുതലായും ചക്ക കയറ്റിവിടുന്നത്. അയൽ സംസ്ഥാനത്ത് ചക്കയ്ക്ക് വലിയ ഡിമാൻഡാണ് ഇപ്പോഴുള്ളത്. കൊത്തിച്ചക്കകൾക്കാണ് മുംബൈ, മദ്രാസ് തുടങ്ങിയിടത്ത് കൂടുതൽ ഡിമാൻഡ്. എന്നാൽ മറ്റിടങ്ങളിൽ മൂത്ത ചക്കയോടാണ് പ്രിയം. ഉണങ്ങിയ ഓല, വാഴപ്പിണ്ടി, IS തുടങ്ങിയ ഉപയോഗിച്ച് പ്രത്യേകമായി പാക്ക് ചെയ്താണ് ലോറിയിൽ ചക്ക അടക്കുന്നത്. ഇങ്ങനെ പാക്ക് ചെയ്യുന്നതിനാൽ ദിവസങ്ങൾ കഴിഞ്ഞാലും ചക്ക കേടാവില്ല. മൊത്ത വ്യാപാരിക്കും ഇടനിലക്കാർക്കും വലിയ ലാഭം കൈവരുമ്പോൾ ചക്ക കർഷകർക്ക് തുച്ഛമായ വിലയാണ് ലഭിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത്. വീടുകളിൽ നിന്നും തുച്ഛമായ വില നൽകിയാണ് കച്ചവടക്കാർ ചക്ക ശേഖരിക്കുന്നത്. ഇവ മൊത്ത വ്യാപാരിക്ക് വലിയ വിലയ്ക്ക് നൽകും. അമിത ലാഭം ഈടാക്കിയാണ് മൊത്ത വ്യാപാരി അയൽ സംസ്ഥാനങ്ങളിലേക്ക് ലോഡ് കണക്കിന് ചക്ക കയറ്റിവിടുന്നത്. സീസൺ അവസാനിക്കുന്നതോടെ ലക്ഷങ്ങളുടെ ലാഭം മൊത്ത വ്യാപാരിക്ക് ലഭിക്കുമ്പോൾ കർഷകർക്ക് പണിക്കൂലി പോലും ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. ചക്ക സീസൺ ആരംഭിച്ച ഈ സമയത്ത് വലിയ വിലയ്ക്കാണ് ചക്ക കയറ്റിവിടുന്നത്. കൂടുതൽ ചക്ക ആവുന്നതോടെ ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന വില വീണ്ടും കുറയും. എന്നാൽ കയറ്റിവിടുന്ന ചക്കയുടെ വിലയിൽ കുറവും വരുത്താറില്ല. മെയ് അവസാനം വരെ ഇവിടെ നിന്നും ചക്ക കയറിപ്പോകും. ചക്കയ്ക്ക് ന്യായമായ വില ലഭിക്കണമെന്നാണ് ചക്ക കർഷകരുടെ ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. ഇരട്ട അംഗീകാരവുമായി ഗ്രീൻ ഹോപ്പർ കമ്പനി. കല്ലേറ്റങ്കരയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ഹോപ്പർ കമ്പനിക്കാണ് വേൾഡ് റെക്കോർഡ്, ബെസ്റ്റ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്നീ 2 അവാർഡുകൾ കരസ്ഥമാക്കിയത്. അവാർഡുകൾ കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇവർ ഏറ്റുവാങ്ങി. ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം ഉൾക്കൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് 6 അടിയോളം വലുപ്പത്തിലുള്ള ബോളിന്റെ മാതൃക നിർമ്മിച്ചതിനാണ് കൽക്കട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ അവാർഡ് ലഭിച്ചത്. 50 കിലോയോളം സ്റ്റീൽ ഉപയോഗിച്ചാണ് ബോൾ നിർമ്മിച്ചത്.
യന്ത്രങ്ങളുടെ സഹായമില്ലാതെ കൈയും ചുറ്റുകയും മാത്രം ഉപയോഗിച്ച് 30 ദിവസത്തോളം എടുത്താണ് ബോളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് ഗ്രീൻ ഹോപ്പർ മാനേജിംഗ് ഡയറക്ടർ സിജോ ജോസഫ് പറഞ്ഞു. അതൊരു ഷീറ്റ് ഉപയോഗിച്ച് കൈയും ചുറ്റികയും ഉപയോഗിച്ച് ബെൻഡ് ചെയ്ത്, അതായത് അടിച്ച് വളച്ചുണ്ടാക്കിയെടുത്ത ഒരു വർക്കാണ് ഈ കാണുന്ന ബോൾ. ഈ ബോള് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഒരു പര്യടനം നടത്തിയിരുന്നു. കോളേജ്, അതേപോലെ തന്നെ സ്കൂള്, അതേപോലെ തന്നെ നമ്മുടെ സിറ്റികളിൽ, എല്ലാ സ്ഥലങ്ങളിലും ഇതൊരു പ്രദർശനം ഒരു മാസക്കാലം നമ്മൾ നടത്തിയിരുന്നു. വൻ വിജയം തന്നെയായിരുന്നു, എല്ലാവർക്കും കാണാൻ പറ്റിയെന്നുള്ളത്. ഇത് നമ്മൾ ഇന്ത്യ ബുക്ക്, വേൾഡ് ബുക്ക്, അതായത് ഗിന്നസ് ബുക്ക്, ഇവർക്കൊക്കെ നമ്മൾ 3 പേർക്കും അന്ന് കൊടുത്തിരുന്നു. കൂടാതെ ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ തുടങ്ങി വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന കൊടിമരങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയതിനാണ് ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതെന്ന് ഡയറക്ടർ ലിജി സിജോ പറഞ്ഞു. കേരളത്തിൻ്റെ തനതായ രീതിയിലുള്ള കൊടിമരങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ഉദാഹരണം ഇന്ത്യയിലും അമേരിക്ക, ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിനാണ് ഞങ്ങൾക്ക് ഈ ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. അവാർഡുകൾ കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇവർ ഏറ്റുവാങ്ങി. മീഡിയ ടൈം, ആളൂർ. ഇനി നാട്ടിൽ നടന്നത്. വള്ളിവട്ടം ബ്രാലത്ത് മദ്യപിച്ചുണ്ടായ തർക്കത്തിൽ അച്ഛന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന മകൻ മരിച്ചു. ആലപ്പുഴ വീട്ടിൽ ബാബുവിന്റെ മകൻ ബൈജു ആണ് മരിച്ചത്. ഈ മാസം 10-നാണ് സംഭവം. മദ്യപിച്ചെത്തിയ ബൈജുവും ബാബുവും തമ്മിൽ വീട്ടിൽ വെച്ച് തർക്കത്തിലാവുകയും അച്ഛൻ മകനെ പട്ടിക കൊണ്ട് തലക്കടിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ ബൈജുവിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഐസിയുവിൽ ചികിത്സയിലിരിക്കെ ബൈജു ഇന്നലെ മരിച്ചു. ഡിവൈഎഫ്ഐ നേതൃത്വത്തിലുള്ള സംയോജിത കൃഷിയുടെ മാള ബ്ലോക്ക് തല ഉദ്ഘാടനം പൊയ്യ മാളപ്പള്ളിപ്പുറത്ത് CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പൊയ്യ മേഖലാ പ്രസിഡന്റ് KR സൂരജ് അധ്യക്ഷത വഹിച്ചു. C ധനുഷ് കുമാർ, IS അക്ഷയ്, VS ലക്ഷ്മണൻ, TA രാഹുൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് മാള യൂണിറ്റ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ AV വിമലിന് അംഗത്വം നൽകി ഉദ്ഘാടനം ചെയ്തു. മാള കാർ കെയർ സെന്ററിൽ നടത്തിയ പൊതുയോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് KB അനിൽകുമാർ അധ്യക്ഷനായി. വോളണ്ടിയർമാരെ ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ മൊമെന്റോ നൽകി ആദരിച്ചു. വെൽഫെയർ ഫണ്ട് ജില്ലാ ട്രഷറർ OS മണിരഥൻ വിതരണം ചെയ്തു. ഗുരുദക്ഷിണ ജില്ലാ ട്രെയിനിംഗ് ബോർഡ് ചെയർമാൻ AC ഡേവിസ് നൽകി. യൂണിറ്റ് സെക്രട്ടറി PN സജീവ്, IK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനോടനുബന്ധിച്ച് രാവിലെ ശീവേലിയും തുടർന്ന് ഉത്സവ ബലിദർശനവും നടന്നു. വൈകിട്ട് നടന്ന ലക്ഷദീപത്തിന് നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. പ്രധാന ഉത്സവ ദിനമായ നാളെ രാവിലെ പഞ്ചാരിമേളത്തിന് പെരുവനം കുട്ടന്മാരാർ പ്രാമാണ്യം വഹിക്കും. തുടർന്ന് വൈകിട്ട് ആനയൂട്ട്, കാഴ്ചശീവേലി, കുടമാറ്റം, മേജർ സെറ്റ്, പഞ്ചവാദ്യം എന്നിവ ആകർഷക ഘടകങ്ങളാണ്. പുത്തഞ്ചിറ തൃപ്പേക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 6ാം ഉത്സവ ദിനമായ ഇന്ന് വലിയ വിളക്കായിരുന്നു. വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപക്കാഴ്ച, വിളക്കിലെഴുന്നള്ളിപ്പ് എന്നീ ക്ഷേത്ര ചടങ്ങുകൾ നടന്നു. 7ാം ഉത്സവ ദിനമായ നാളെ പള്ളിവേട്ട നടക്കും. സമഗ്ര വികസനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കളമശ്ശേരിയിലെ 60 അംഗനവാടികൾ സ്മാർട്ടായതായും ബാക്കിയുള്ളത് അടുത്ത വർഷം സ്മാർട്ടാക്കുമെന്നും മന്ത്രി P രാജീവ് പറഞ്ഞു. മാഞ്ഞാലി അൻസാറുൽ ഇസ്ലാം സംഘം UP സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ മാനേജർ KA മുഹമ്മദ് അലി അധ്യക്ഷനായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന പറവൂർ AEO CS ജയദേവൻ, ഹെഡ്മിസ്ട്രസ് സലീന P ഷൗക്കത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP അനിൽകുമാർ, വാർഡ് മെമ്പർ TA മുജീബ്, CS ജയദേവൻ, TB മൂസിന, സിനി സലീന, P ഷൗക്കത്ത്, PTA പ്രസിഡന്റ് TH അനസ്, വൈസ് പ്രസിഡന്റ് AB അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് വർണ്ണപ്പകിട്ട് സ്നേഹം, സാഹോദര്യം,
സഹവർത്തിത്വം എന്നിവയുടെ കലോത്സവമാണെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 2024 ഉദ്ഘാടനം തൃശൂർ ടൗൺ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഏവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി കേരളം വളർന്നു കഴിഞ്ഞു. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുടെ സമ്പൂർണ്ണ ശാക്തീകരണവും സാമൂഹിക പുനരധിവാസവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി, KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ H ദിനേശൻ, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായ ശ്യാമ S പ്രഭ, അർജുൻ ഗീത, ജില്ലാ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം വിജയരാജ മല്ലിക തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചില ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കടപ്പുറം സൈക്ലോൺ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചാവക്കാട് ടൂറിസത്തിന് സർക്കാരിന്റെ പരിപൂർണ പിന്തുണയുണ്ടാകും. തീരദേശ മേഖലയെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ പൊതുനയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷനായി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, സാലിഹ ഷൗക്കത്ത്, വാർഡ് മെമ്പർ ശുഭ ജയൻ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ B അനിൽകുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദുരന്ത നിവാരണ അതോറിറ്റി ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറം അഞ്ചങ്ങാടിയിൽ 3.63 കോടി രൂപ വിനിയോഗിച്ചാണ് സൈക്ലോൺ ഷെൽട്ടർ നിർമ്മിച്ചത്. അലിവ് ചാരിറ്റബിൾ സൊസൈറ്റിയും കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയും സംയുക്തമായി അഴിക്കോട് ഇർഷാദുൽ മുസ്ലിമിൻ UP സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ രോഗികൾക്കും സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു. ET ടൈസൺ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അലിവ് പ്രസിഡന്റ് BM ഷൈൻ അധ്യക്ഷത വഹിച്ചു. നൌഷാദ് കറുകപ്പാടത്ത്, നൌഷാദ് കൈതവളപ്പിൽ, അബ്ദുൾ ജമാൽ, അബ്ദുൾ ജബാർ, അബ്ദുൾ കരീം എന്നിവർ സംബന്ധിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് കൈമാറി. ജനുവരി 6 മരണപ്പെട്ട കയ്പമംഗലം യൂണിറ്റിലെ കാളമുറി റോയൽ ലാബ് ഉടമയായിരുന്ന K സോമസുന്ദരന്റെ കുടുംബത്തിനാണ് 10 ലക്ഷം രൂപ കൈമാറിയത്. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ സഹായം കൈമാറി. യൂണിറ്റ് അംഗമായ അബ്ദുൾ റസാഖിനുള്ള ചികിത്സാ സഹായവും ചടങ്ങിൽ കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് PK റാസിഖ് അധ്യക്ഷനായി. VR ഉല്ലാസ്, BV ഉണ്ണികൃഷ്ണൻ, UU രവീന്ദ്രൻ, PK മുഹമ്മദ്, CJ സെയ്ദു മുഹമ്മദ്, സിദ്ദിഖ് പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. KSTA നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ LP ക്ലാസ്സിലെയും UP ക്ലാസ്സിലെയും കുട്ടികൾക്കായി LSS USS മാതൃകാ പരീക്ഷ നടത്തി. മാതൃകാ പരീക്ഷയുടെ ഉപജില്ലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് നിർവഹിച്ചു. രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS സജീവൻ നിർവഹിച്ചു. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ പ്രസിഡന്റ് ഷൈൻ OS അധ്യക്ഷനായ യോഗത്തിൽ സിംല മുജീബ് റഹ്മാൻ, അജിത പടാരിൽ, ബാബു PS, നൌഷാദ് PA തുടങ്ങിയവർ സംസാരിച്ചു. മനകുളങ്ങര ലയൺസ് ക്ലബ്ബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ ക്യാമ്പിൽ 64 പേർ പരിശോധന നടത്തി. ഇതിൽ 30 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്തു. ക്യാമ്പിന് ഡോക്ടർ സ്നേഹ RH, പ്രിൻസ് ജോൺ, E ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, MR ആംസൺ, KV രാമജയൻ, അനിൽ വടക്കേടത്ത്, സഞ്ജീവ് K മേനോൻ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത് എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത്. മന്നം സർവീസ് സഹകരണ ബാങ്ക് പുതിയതായി വാങ്ങിയ ആംബുലൻസ് മുൻ GCDA ചെയർമാൻ CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് L ആദർശ് അധ്യക്ഷനായി. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കമല സദാനന്ദൻ മുഖ്യാതിഥിയായി.
മുൻ ജില്ലാ ബാങ്ക് ഡയറക്ടർ TR ബോസ് കോട്ടുവള്ളി, പഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി ചിറ്റാറ്റുകര, പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തനി ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പറപ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗാന അനൂപ്, അനീജ ബിജു, സുനിത ബാലൻ, PP അജിത് കുമാർ, BB സജീവ്, ബാങ്ക് സെക്രട്ടറി MM കുമുദ തുടങ്ങിയവർ സംസാരിച്ചു. കരുമാലൂർ പഞ്ചായത്തിലെ കാരുചിറയിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കാർഷിക വിപണന കേന്ദ്രം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷനായി. ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനം മന്ത്രി P രാജീവ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മുതിർന്ന കർഷകരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KV രവീന്ദ്രൻ, AA അലി, പോൾസൺ ഗോപുരത്തിങ്കൽ, PN സരസൻ, KA രവി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ആറ്റപ്പള്ളി പാലത്തിന് സമീപം കുറുമാനിപ്പുഴയിൽ കാൽവഴുതി വീണ് വിദ്യാർത്ഥിനി മരിച്ചു. കല്ലേറ്റുകര ചെമ്പോത്ത് വീട്ടിൽ ഹാഷിമിന്റെ മകൾ 13 വയസ്സുള്ള ഫാത്തിമ തൻസിലാണ് മരിച്ചത്. പുത്തഞ്ചിറ സെന്റ് ജോസഫ് ഇടവകയിൽ പുതിയ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിന്ന തർക്കം കയ്യാങ്കളിയിൽ അവസാനിച്ചു. ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉടലെടുത്തത് ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം. കുന്നംകുളത്ത് മോഷണ പരമ്പര. കുന്നംകുളത്തെ 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്ന മോഷ്ടാവ് 4 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടത്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.